ആർ പി കയറുന്നതിന് മുമ്പ് ആർ പി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര കാര്യം പറയാനുണ്ട്. കെ വി എന്ന് പറയുന്ന ഗ്യാങ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അതിൻ്റെ ഒരു റിപ്ലൈയും കൂടെ പറയുവാണ്. സോ കെ വി എന്ന് പറയുന്ന ഗ്യാങ് കറൻ്റ്ലി ഇപ്പം അവർ ക്ലോസ് ചെയ്തു. അതായത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരിനി ഇപ്പോഴേ അതിനകത്തുനിന്ന് കുറേ മെമ്പേഴ്സ് ഇറങ്ങി, കുറേ പേര് ഇറങ്ങി. കെ വിയിൽ കുറേ പേര് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ പേര് ഇറങ്ങിയതായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ കെ വിയിൽ ആരെങ്കിലും നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ, അവരെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇതുപോലെ വന്ന് ചോദിച്ചായിരുന്നു. കറൻ്റ്ലി നമ്മൾ റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സ്റ്റിൽ പറയാം, എത്രയൊക്കെ റിവലറി ഉണ്ടെങ്കിലും എത്രയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഞങ്ങളുടെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഒപ്പോണൻസ് ആയിരുന്നു അവർ. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ കമ്മിറ്റ്മെൻറ്റോടെ പ്രാക്ടീസ് ചെയ്തതിൽ വൺ ഓഫ് ദ ഒരു ഗ്യാങ്ങാണ് കെ വി എ. അതെനിക്ക് പറയാനുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എനിക്കത് പറയണമെന്ന് തോന്നിയ കാര്യമാണ്. ഈ മാറ്റർ നമുക്ക് ഇഗ്നോർ ചെയ്യാനുള്ള കാര്യമാണുള്ളൂ, പക്ഷേ ബട്ട് സ്റ്റിൽ അത് പറയാതിരിക്കുന്നത് ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാലും, എത്ര അടിയുണ്ടായാലും വഴക്കുണ്ടായാലും ചീത്തവിളി ഉണ്ടായാലും ഓസി വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഞാൻ പറയുകയാണ്, ഇൻസൈഡ് ദ ആർ പിയിൽ ഞങ്ങൾ ഒരുപാട്, അതായത് ശരിക്കും അടിക്കണം അല്ലെങ്കിൽ അടിച്ചുറക്കണം അല്ലെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി കുത്തിയിരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ളതിലുള്ള ഒരു ഗ്യാങ് ആയിരുന്നു കെ വി എ. അങ്ങനെ ഒരു ഗ്യാങ് ഇത്ര പെട്ടെന്ന് സെപ്പറേറ്റ് ആയി പോകുന്നത് കണ്ടതിൽ ചെറിയൊരു വിഷമമുണ്ട്. അത് ടു ബി ഓണസ്റ്റ് ഞാൻ പറയുകയാണ്, എന്തൊക്കെയാണെങ്കിലും എവിടെയൊക്കെയാണെങ്കിലും. അപ്പോൾ എല്ലാം ഫിക്സ് ചെയ്ത് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ, അതേ നമുക്ക് പറയാനുള്ളൂ. കറൻ്റ്ലി ഇപ്പം അവിടുന്ന് ഒരു റിക്രൂട്ട്മെൻറ്റ്സും നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒന്നും കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ ഇല്ല, എടുത്തിട്ടില്ല. അത് ഞാൻ ഓൾറെഡി പറയാണ്. കാരണം കുറേ പേര് ഇതുപോലെ ചോദിച്ചായിരുന്നു, ഇന്ന ആളെ ടി വിയിലെടുത്തോ, ഇന്ന ആളെ അവിടെ നിന്ന് എടുത്തോ, ഇന്ന ആളെ എവിടെ നിന്ന് എടുത്തോ എന്നുള്ളത്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ വെറുതെ കൈസ് ഇപ്പോൾ ഇനി അവരുടെ ഓരോ ഡിസ്മാൻഡിലായി അതായി എന്നൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോസ് വരും. ദയവ് ചെയ്ത് അതിനകത്ത് പോയിട്ട് അവരെ ട്രിഗർ ചെയ്ത് ഇതാക്കാതെ, നമ്മളും ബ്രേക്കൊക്കെ എടുത്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അവരും അവരുടെ മൈൻഡൊക്കെ സെറ്റാകുമ്പോൾ തിരിച്ചു വരട്ടെ, അങ്ങനെ ഇതാക്കി അങ്ങനെ പോട്ടെ. അല്ലാതെ ഇനി അതിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് വെറുതെ പോയി ചുമ്മാ ഹേറ്റും പറഞ്ഞ് മറ്റേ അടിയുണ്ടാക്കി പിടിയുണ്ടാക്കി കഴിക്കാതെ അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആകുമ്പോൾ അവർ തിരിച്ചു വരട്ടെ. ഓക്കെ, അത്ര എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞിട്ടങ്ങ് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അനൂപ് ബ്രോ, താങ്ക് യു സോ മച്ച്.